ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയതായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് എല്ലാവരിലേക്കും എത്തിക്കാമെന്നാണ് നമ്മളെ ഉദ്ദേശം. നമ്മൾ ഇലക്ട്രോണിക്സ് എന്താണ്, എന്തിനാണത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് ഇലക്ട്രോണിക്സ്, വാട്ട് ഈസ് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വേർഡ് ഇലക്ട്രോണിക്സ് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ ഇലക്ട്രോൺ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് എന്ന വേർഡ് രൂപം കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇലക്ട്രോണിക്സ് ഹാസ് മെയ്ഡ് എ ട്രമെൻഡസ് അഡ്വാൻസ്മെൻറ്റ്സ് ഡ്യൂറിങ് ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ആൻഡ് ആ ഡേ ടു ഡേ ലൈഫ്സ് ഇൻവോൾവ്സ് ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതായത് ലാസ്റ്റ് ഡെക്കേഡായിട്ട് ഇലക്ട്രോണിക്സിന് ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഇലക്ട്രോണിക്സ് വളരെയധികം സ്ഥലങ്ങളിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടറിലുണ്ട്, ഡിഫൻസ് സെക്ടറിലുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലുണ്ട്, മെഡിക്കൽ സർവീസിലുണ്ട്. അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഇലക്ട്രോണിക്സിനെ കാണാൻ പറ്റും. ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേംസ് നോക്കാം: വോൾട്ടേജ്, കറൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിലും ഒക്കെ വൈഡ്ലി യൂസ് ചെയ്ത് വരുന്ന ടേംസാണ്. നമ്മൾ വീട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മളെ വീട്ടിലുള്ള അപ്ലയൻസസിൻ്റെ മേലൊക്കെ അതിൻ്റെ വോൾട്ടേജ്, കറണ്ട് റേറ്റിംഗ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അധികം ആൾക്കാരും പറയുന്നത് നമ്മളെ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ് അല്ലെങ്കിൽ 440 വോൾട്ടിലാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ വോൾട്ടേജ് എന്ന്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ആണ്. നമ്മൾ 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയാം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്സ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് എന്നാണ്. ഓക്കെ, ഇൻ എ സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ വോൾട്ട്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആംപ്സ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വോൾട്ട്സ് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ യൂണിറ്റാണ്, ആംപ്സ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഈ വോൾട്ടേജിന് നമുക്ക് വേണമെങ്കിൽ ഒരു പുഷിങ് ഫോഴ്സ് എന്ന് പറയാം. അതായത് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഈസ് സംതിങ് ദാറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഫ്ലോനെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം. അപ്പോൾ നമ്മൾ ആ ഡയഗ്രം നോക്കിയാൽ നമുക്ക് കാണാം, ആ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഓംസ് എന്ന് പറയുന്ന ഒരാളവിടെ നിൽക്കുന്നുണ്ടല്ലേ. അയാളത് ഈ ആംസിനെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ വോൾട്ടേജിന് ഹാർഡായിട്ട് പുഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറണ്ടിൻ്റെ ഫ്രീ ഫ്ലോനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന എന്ത് എലമെൻറ്റിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീണ്ടും പറയും. ജസ്റ്റ് നമ്മളിതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ്. ഇനി നമുക്കിതിലുള്ള അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാം. അതാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് മെറ്റീരിയൽസിനെ നമ്മൾ വൈഡ്ലി ഡിവൈഡ് ചെയ്തിട്ട് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന എന്തൊരു സാധനത്തിനെ നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ കണ്ടക്ടേഴ്സിന് ജനറലി ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതെന്ത് ചെയ്യും? വിച്ച് അലൗസ് ഇലക്ട്രിക്കൽ കറണ്ട് ടു ഫ്ലോ. കോപ്പർ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം, നിക്കൽ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണുന്നത് ലോ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ലോ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസിനെ നമുക്ക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ലോ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാലോ, കറണ്ടിൻ്റെ ഫ്ലോനെ പിടിച്ചു വെക്കുന്ന എന്തൊരു സാധനത്തിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് കണ്ടക്ടേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത മെറ്റീരിയൽസാണ് ഇൻസുലേറ്റേഴ്സ്. ഈ ഇൻസുലേറ്റേഴ്സിന് വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് കറണ്ടിൻ്റെ ഫ്ലോനെ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റ് ചെയ്യും. തീരെ കറണ്ടിന് ഈ മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ഗ്ലാസ്, സെറാമിക്, പ്ലാസ്റ്റിക്, വുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് സർക്യൂട്ടിലും കാര്യങ്ങളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഇനി വരാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സാണ്. ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻസുലേറ്റേഴ്സായിട്ടും യൂസ് ചെയ്യാം, വേണമെങ്കിൽ കണ്ടക്ടേഴ്സായിട്ടും യൂസ് ചെയ്യാം. പ്രത്യേക തരം പ്രോപ്പർട്ടീസ് കാണിക്കുന്നൊരു എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽസാണ് ഈ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പം ഈ സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ് കാർബൺ, സിലിക്കൺ, ജെർമാനിയം അങ്ങനെ പറഞ്ഞുള്ള മെറ്റീരിയൽസൊക്കെ സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വേറൊരു ഡയഗ്രം കാണാം. ഈ ഡയഗ്രത്തിനെയാണ് ബാൻഡ് ഡയഗ്രം എന്ന് പറയാം. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിനും ഒരു കണ്ടക്ഷൻ ബാൻഡ്, ഒരു വാലൻസ് ബാൻഡ് ഉണ്ടാവും.
കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ആ ബാൻഡിൽ എത്തുമ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ബാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസ് ബാൻഡാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഒരു വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇത് തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനർജൈസ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ ഒരുപാട് എനർജി വേണ്ടി വരും. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വാലൻസ് ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതൊരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ കണ്ടക്ടർ നോക്കുകയാണെങ്കിലോ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡാണ്. ചെറിയൊരു ബാൻഡ് ഗ്യാപ്പേ അവിടെയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് വാലൻസ് ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും, എക്സൈറ്റ് ആവും, കണ്ടക്ഷൻ നടക്കും. ഓക്കെ, സോ എല്ലാവർക്കും കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ് ഓംസ് ലോ. വാട്ട് ഈസ് ഓംസ് ലോ? അപ്പോൾ ഈ ഓംസ് ലോ 1828 ജോർജ് സിമിയൻ ഓം എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചാണ്. അത് അയാളെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓംസ് ലോ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഓംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ കറണ്ടിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വോൾട്ടേജും. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ഓംസ് ലോയിൽ കാണുന്നത്. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the current flowing through a conductor is directly proportional to the potential difference applied across its end, provided that the temperature and other physical conditions remain unchanged. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് അതിന് അക്രോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ആ കണ്ടക്ടർ വെച്ച ടെമ്പറേച്ചറും അതർ ഫിസിക്കൽ കണ്ടീഷൻസും അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് അതിനെ നമ്മൾ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് V = IR എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞല്ലോ. V പ്രൊപ്പോർഷണൽ ടു I ആണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, ആ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റിനാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ V = IR എന്നാണ്. ഇതിൽ V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. സോ നമുക്കൊരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജും സർക്യൂട്ട് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും അതിന് അക്രോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജും അറിയണമെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സർക്യൂട്ടിന് അക്രോസ് അപ്ലൈ ചെയ്ത വോൾട്ടേജും റെസിസ്റ്റൻസും അറിയണമെങ്കിൽ നമുക്ക് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും അറിയണമെങ്കിൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പം ഓംസ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഓഫ് കറണ്ട് ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതായത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട്, ഈ 3 പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അധികം ഇലക്ട്രോണിക് സർക്യൂട്ട്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ വീട്ടിലൊക്കെയുള്ള സേഫ്റ്റി ഫ്യൂസസൊക്കെ ഇത് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്തൊരു ഡയഗ്രാം നോക്കിയാൽ നമുക്ക് കാണാം V = I എന്നിട്ട് ഒരു സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ഇക്വേഷൻസും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫിഗർ എടുത്തിട്ട് ഫസ്റ്റ് ഐൻ്റെ മേലെ വെക്കുക. I എന്ന് പറഞ്ഞാൽ കറണ്ടാണ് അല്ലേ. I = നമ്മൾ I അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടേംസ് Vയും Rഉം ആണ്. സോ ദർഫോർ I = V/R. ഇനി നമ്മൾ വോൾട്ടേജ് കാണണമെങ്കിൽ വോൾട്ടേജിൻ്റെ മേലെ നമ്മളെ ഫിംഗർ വെക്കുക. നമ്മൾ കൈയിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് കവർ ചെയ്ത് കഴിഞ്ഞാൽ V = I × R. പിന്നെ വരുന്ന റെസിസ്റ്റൻസ് ആണ്. നമ്മൾ റെസിസ്റ്റൻസിന് മേലെ കൈ വെച്ചാൽ R = V/I. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ റെസിസ്റ്റൻസ്, വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അങ്ങനെയുള്ള ടേംസൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഓംസ് ലോ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. സോ നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇലക്ട്രിക്കൽ ബൾബ് ഇതാ. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രിക്കൽ ബൾബ് ഈസ് 5 ohm ആൻഡ് 1 ampere കറണ്ട് ഫ്ലോസ് ത്രൂ ദ റെസിസ്റ്റൻസ്, ഫൈൻഡ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ 2 points. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക്കൽ ബൾബ് ഉണ്ട്. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഒരു ഇലക്ട്രിക്കൽ ബൾബ് ഉണ്ട്. ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 5 ohms ആണെന്ന് തന്നിട്ടുണ്ട്. ആ ബൾബിൻ്റെ അകത്ത് കൂടെ 1 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എത്ര വോൾട്ടേജാണ് അതിന് അക്രോസ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. നമ്മളെ ഗിവൺ റെസിസ്റ്റൻസ് എത്രയാണ്? 5 ohms ആണ് അല്ലേ. നമുക്ക് എത്ര കറണ്ട് തന്നിട്ടുണ്ട്? 1 ampere ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇടുകയാണെങ്കിൽ V = I × R ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജ് = 5 × 1 ചെയ്യും. ഇനി നമുക്ക് 5 കിട്ടും. അതായത് നമ്മളെ ബൾബിന് അക്രോസ് അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് 5 വോൾട്ടാണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടി നോക്കാം. നമുക്കൊരു EMF സോഴ്സ് തന്നിട്ട്, EMF സോഴ്സ് പറഞ്ഞാൽ പവർ സോഴ്സാണ്. ആ പവർ സോഴ്സ് 8 വോൾട്ടാണ്. ഓക്കെ, അതൊരു പ്യുവർലി റെസിസ്റ്റീവ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് അല്ലെങ്കിൽ ലൈറ്റ് ബൾബോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യും. റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി വേറെ കുറേ ടേംസ് ഉണ്ട്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടേംസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് റെസിസ്റ്റർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കൂടെ 2 amps കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു
ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 8 വോൾട്ടാണ് വോൾട്ടേജ് സോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ. പിന്നെ നമുക്കൊരു ബൾബുണ്ട്, ആ ബൾബിൻ്റെ അകത്ത് കൂടെ ഒരു 2 ആംപ്സ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് ഇക്വേഷൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, നമുക്ക് വോൾട്ടേജ് 8 വോൾട്ടും തന്നിട്ടുണ്ട്, കറണ്ട് 2 ആംപ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നേരത്തുള്ള സർക്കിളില്ലേ, ആ സർക്കിളിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ മേലെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന R=V/I എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 8/2 4 എന്ന് കിട്ടും. ഓക്കെ, 4 ഓംസ് ആണ് നമ്മളെ ബൾബിൻ്റെ റെസിസ്റ്റൻസ്.